എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആശങ്കകൾ എനിക്ക് അറിയാം. നിങ്ങൾ പുറമേ ധൈര്യം കാണിച്ചാലും ഉള്ളിൽ ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ പരിശ്രമിച്ചതുപോലെ തോന്നുന്ന കാര്യങ്ങൾ ഫലം കാണിക്കാതിരുന്നപ്പോൾ എവിടെയാണ് പിഴവ് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചതും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്നാൽ ആ കാരണം നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ തിരുത്തി ഉയർത്താനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മക്കളെ, നിങ്ങൾ പലപ്പോഴും എണ്ണങ്ങളിലേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ അടുപ്പിക്കുന്നത്. വരവും ചെലവും മാത്രം കണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ അവഗണിച്ചു. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത്, എന്നാൽ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ എന്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് തടയപ്പെടും. നിങ്ങൾ എല്ലാം നിങ്ങളുടെ ബുദ്ധിയിലും ശക്തിയിലും ആസൂത്രണം ചെയ്യുമ്പോൾ എന്റെ അച്ഛനെ ചോദിക്കാം എന്നൊരു നിമിഷം പോലും നിങ്ങൾ മാറ്റിവെച്ചില്ല. അതാണ് ആദ്യത്തെ തെറ്റ്. എന്റെ മക്കളെ, എന്നോട് ചോദിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വഴി തെറ്റിയെന്നല്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല വഴി നിങ്ങൾ കാണാതെ പോയി. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ വെച്ച ഒരു ദാനമുണ്ട്. എന്നാൽ ആ ദാനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ചു. അവരുടെ വഴികൾ നിങ്ങളുടെ വഴിയാകില്ല. അവരുടെ വിജയത്തിന്റെ പുറംചട്ടം കണ്ട് നിങ്ങൾ ആ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം മൗനമായി. മക്കളെ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് മറ്റാരുടെയും പകർപ്പായി അല്ല. നിങ്ങൾക്ക് തന്ന ദൗത്യം, നിങ്ങൾക്ക് തന്ന കഴിവ്, നിങ്ങൾക്ക് തന്ന സമയക്രമം ഇവയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വഴിയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ വഴിമുട്ടിപ്പോയി. നഷ്ടം നിങ്ങളെ പേടിപ്പിച്ചു. ആ പേടി നിങ്ങളെ അടുപ്പിച്ചത് എന്റെ അടുക്കലേക്കല്ല, ആശങ്കയിലേക്കാണ്. പേടി നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. നിങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു, ക്ഷമയില്ലാതെ പ്രവർത്തിച്ചു. മക്കളെ, പേടിയിൽ നിന്നു ജനിക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും സമാധാനം നൽകില്ല. വിശ്വാസത്തിൽ നിന്നു ജനിക്കുന്ന തീരുമാനങ്ങളിലാണ് എന്റെ അനുഗ്രഹം വിശ്രമിക്കുന്നത്. നിങ്ങൾ പേടിയെ നിങ്ങളുടെ ഗുരുവാക്കിയപ്പോൾ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിന്മാറി. നിങ്ങൾ മറ്റൊരു തെറ്റും ചെയ്തു. നിങ്ങൾ നൽകിയ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ചെറുതാക്കി. വാക്കുകൾക്ക് വില കൊടുക്കാതായപ്പോൾ നിങ്ങളുടെ നാമത്തിന്റെ ഭാരം കുറഞ്ഞു. മക്കളെ, സത്യസന്ധത എന്നത് വെറും നന്മയല്ല, അത് അനുഗ്രഹത്തിന്റെ വാതിലാണ്. നിങ്ങൾ ചെറിയ ലാഭത്തിനായി സത്യത്തിൽ നിന്ന് അല്പം മാറിയപ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നു. ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കയ്പ് വളർന്നതും ഞാൻ കണ്ടു. നഷ്ടം വന്നപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി. പങ്കാളികളെ, സാഹചര്യങ്ങളെ, സമയത്തെ, എല്ലാവരെയും. എന്നാൽ മക്കളെ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് സൗഖ്യം തുടങ്ങുന്നത്. നിങ്ങൾ എവിടെയാണ് ഞാൻ തെറ്റിയത് എന്ന് ചോദിക്കുന്ന നിമിഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. കുറ്റപ്പെടുത്തൽ നിങ്ങളുടെ ഹൃദയം കട്ടിയാക്കും, മനസാന്തരം നിങ്ങളുടെ ഹൃദയം മൃദുവാക്കും. നിങ്ങൾ വിശ്രമം മറന്നു. എല്ലാം നിങ്ങളുടെ ചുമലിൽ എടുത്തു. രാവും പകലും വേർതിരിക്കാതെ പരിശ്രമിച്ചു. എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കാൻ സമയം കണ്ടെത്തിയില്ല. മക്കളെ, നിങ്ങളുടെ ജോലി നിങ്ങളുടെ ദൈവമാകരുത്. ഞാൻ നിങ്ങളെ വിളിച്ചത് അടിമത്തത്തിലേക്കല്ല, സമൃദ്ധിയിലേക്കാണ്. നിങ്ങൾ വിശ്രമം ഉപേക്ഷിച്ചപ്പോൾ നിങ്ങളുടെ ബുദ്ധി മങ്ങിയതും നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചതും അതുകൊണ്ടാണ്. വിശ്രമം വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, എന്റെ അച്ഛൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾ നൽകാൻ മറന്നു. കിട്ടാത്തതിന്റെ ദുഃഖത്തിൽ നിങ്ങൾ കൊടുക്കാനുള്ള സന്തോഷം മറന്നു. മക്കളെ, കൊടുക്കൽ കുറവിൽ നിന്നു ചെയ്യേണ്ടതല്ല, വിശ്വാസത്തിൽ നിന്നു ചെയ്യേണ്ടതാണ്. നിങ്ങൾ എനിക്ക് മതിയാകില്ല എന്ന ഭയത്തിൽ പിടിച്ചു നിന്നപ്പോൾ തുറന്ന കൈകളിലൂടെ ഒഴുകേണ്ട അനുഗ്രഹങ്ങൾ തടഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിത്ത് കൈവശം വെച്ചാൽ അത് ഒറ്റയ്ക്ക് ചീഞ്ഞു പോകും, വിതച്ചാൽ അത് വർദ്ധിക്കും. നിങ്ങൾ വിതയ്ക്കാൻ പേടിച്ചപ്പോൾ വിളവ് വൈകി. നിങ്ങളുടെ പ്രാർത്ഥനകളും മാറിയിരുന്നു. മുമ്പ് നിങ്ങൾ എന്നോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞു. പരാതിയിൽ നിങ്ങൾ കുടുങ്ങിയപ്പോൾ നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു. മക്കളെ, നന്ദിയുള്ള ഹൃദയമാണ് അനുഗ്രഹത്തിന്റെ വാസസ്ഥലം. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞിരുന്നെങ്കിൽ വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുമായിരുന്നു. നഷ്ടത്തിനിടയിലും നന്ദി പറയാൻ പഠിക്കുന്നവനെ ഞാൻ ഉയർത്തും. നിങ്ങൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് അമിതമായ വില കൊടുത്തു. അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ വഴിതിരിഞ്ഞു. മക്കളെ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ തന്നെ നഷ്ടപ്പെടും. എന്റെ ശബ്ദത്തേക്കാൾ ശക്തമാകരുത് മറ്റുള്ളവരുടെ ശബ്ദം. നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് എന്റെ വഴി തന്നെയാണോ എന്ന് ഞാൻ നിങ്ങളെ തടഞ്ഞേനെ, അല്ലെങ്കിൽ മുന്നോട്ട് നയിച്ചേനെ. നിങ്ങൾ ചോദിക്കാതിരുന്നതാണ് വലിയ നഷ്ടം.
എന്നാൽ മക്കളെ, ഇവിടെ കഥ അവസാനിക്കുന്നില്ല. നഷ്ടം നിങ്ങളുടെ അന്തിമവിധിയല്ല. ഞാൻ നഷ്ടങ്ങളെ പാഠങ്ങളാക്കുന്നവനാണ്. തകർച്ചയിൽ നിന്ന് പുനർനിർമ്മാണം തുടങ്ങുന്നവനാണ്. നിങ്ങൾ ഇന്നും എന്റെ അടുക്കൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്താണ് ഞാൻ ഇനി തുടങ്ങാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിർത്തൂ. ഒരു നിമിഷം നിൽക്കൂ. ശാന്തമാകൂ. വീണ്ടും ഓടാൻ മുമ്പ് എന്റെ സാന്നിധ്യത്തിൽ ഇരിക്കൂ. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ ചെയ്യുന്നത് എന്റെ മഹത്വത്തിനായാണോ അല്ലെങ്കിൽ വെറും പേടിയിൽ നിന്നാണോ എന്ന് ചോദിക്കൂ. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ വഴിയും ശുദ്ധമാകും. നിങ്ങൾ വീണ്ടും തുടങ്ങുമ്പോൾ പഴയ തെറ്റുകൾ ഓർമ്മിച്ചു പേടിക്കരുത്. ഓർമ്മിക്കേണ്ടത് പാഠങ്ങളാണ്, കുറ്റബോധമല്ല. ഞാൻ നിങ്ങളെ കുറ്റം ചുമത്തുന്നില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ സത്യസന്ധതയോടെ, വിനയത്തോടെ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ശ്വാസം നൽകും. മക്കളെ, ഞാൻ നിങ്ങളുടെ ഉറവിടമാണ്. ഉറവിടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒഴുക്ക് ഉണങ്ങും. എന്നിൽ ചേർന്ന് നിൽക്കുമ്പോൾ വരൾച്ചയിലും ഒഴുക്ക് ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമാകരുത്, ഞാൻ ആയിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ശരിയായ സ്ഥാനത്ത് വീഴും. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം എന്റെ മുമ്പിൽ തുറക്കൂ. അച്ഛാ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ ഭയപ്പെടരുത്. ആ വാക്കുകളിലാണ് പുതുക്കൽ തുടങ്ങുന്നത്. ഞാൻ നിങ്ങളെ താഴെയിറക്കാൻ കാത്തിരിക്കുന്നവനല്ല, ഞാൻ നിങ്ങളെ ഉയർത്താൻ കാത്തിരിക്കുന്നവനാണ്. നാളെ നിങ്ങൾ വീണ്ടും തുടങ്ങുമ്പോൾ ഒറ്റക്കല്ലെന്ന് ഓർക്കൂ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ, നിങ്ങളുടെ ചുവടുകളിൽ, നിങ്ങളുടെ മൗനത്തിലും. നിങ്ങൾ എന്നെ മുൻപിൽ വെച്ചാൽ ഞാൻ നിങ്ങളെ പിന്നിലാക്കില്ല. നഷ്ടം നിങ്ങളുടെ കഥയുടെ അവസാന അധ്യായമല്ല, അത് ഒരു തിരിവാണ്. ആ തിരിവിന് അപ്പുറം ഞാൻ ഒരുക്കിയ ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഭയപ്പെടരുത്. നിരാശപ്പെടരുത്. പ്രത്യാശ പിടിച്ചിരിക്കുക. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. ഞാൻ കൈവിടുന്നവനല്ല. എന്നിൽ വിശ്വസിക്കൂ, എന്നോട് ചേർന്ന് നിൽക്കൂ. ഞാൻ നിങ്ങളെ വീണ്ടും ഉയർത്തും, ശാന്തിയോടെ, മാനത്തോടുകൂടി, അനുഗ്രഹത്തോടെ. മക്കളെ, നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ തീ അണഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടയാളമാണത്. നഷ്ടത്തിന്റെ വേദന നിങ്ങളെ മുട്ടുകുത്തിച്ചിരിക്കാം, എന്നാൽ നിങ്ങൾ തകർന്നിട്ടില്ല. നിങ്ങൾ നിലംപതിച്ചതായി തോന്നുന്നിടത്താണ് ഞാൻ നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ഇനി തുടങ്ങാൻ ശക്തിയില്ല. എന്നാൽ മക്കളെ, ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്നല്ല വരേണ്ടത്, അത് എന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഒഴുകേണ്ടത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ശ്രമങ്ങളെ മാത്രം നോക്കി വിലയിരുത്തുന്നു. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ, ചെലവഴിച്ച സമയങ്ങൾ, സഹിച്ച വേദനകൾ, ഇവയെല്ലാം എണ്ണി നിങ്ങൾ പറയുന്നു, ഇതെല്ലാം വെറുതെയായി. എന്നാൽ മക്കളെ, എന്റെ രാജ്യത്തിൽ ഒരു കണ്ണീരും വെറുതെയാവുന്നില്ല. നിങ്ങൾ സത്യസന്ധതയോടെ ചെയ്ത ഓരോ ശ്രമവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഫലം കാണിച്ചില്ലെങ്കിലും അത് മണ്ണിൽ മറഞ്ഞിരിക്കുന്ന വിത്തുപോലെയാണ്. ശരിയായ സമയത്ത് അത് മുഴിച്ചുവരും. നിങ്ങൾ ക്ഷമ നഷ്ടപ്പെടരുത്. നഷ്ടം വന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭയം വന്നു പാർത്തി. ആ ഭയം നിങ്ങളെ ചുരുക്കി, നിങ്ങളെ സംശയത്തിലേക്ക് തള്ളിവിട്ടു. നിങ്ങൾ മുമ്പ് എടുത്തിരുന്ന ധൈര്യമായ തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കാൻ പേടിക്കുന്നു. മക്കളെ, ധ്യാനവും ഭയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ധ്യാനം നിങ്ങളെ കാത്തുനിൽക്കാൻ പഠിപ്പിക്കും, ഭയം നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ പഠിക്കണം. എന്റെ ശബ്ദം ഒരിക്കലും നിങ്ങളെ മുരടിപ്പിക്കില്ല, അത് നിങ്ങളെ നയിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൂല്യങ്ങളെ ഒതുക്കി വെച്ചതായി ഞാൻ കാണുന്നു. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിന്നീട് ശരിയാക്കാം എന്ന് നിങ്ങൾ സ്വയം ആശ്വസിപ്പിച്ചു. എന്നാൽ മക്കളെ, ചെറിയ വിട്ടുവീഴ്ചകൾ വലിയ ഇടിവുകൾക്ക് വഴിയൊരുക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വെച്ച സത്യത്തിന്റെ വിളക്ക് മങ്ങിക്കളയരുത്. ഇരുട്ടിൽ ചെറുതായി തെളിയുന്ന വെളിച്ചം പോലും വിലപ്പെട്ടതാണ്. ആ വെളിച്ചം നിങ്ങൾ കാത്തുസൂക്ഷിക്കുമ്പോൾ വഴിയൊട്ടാകെ പ്രകാശിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ഷീണം ഉണ്ട്, വെറും ശരീരത്തിന്റെ അല്ല, ആത്മാവിന്റെ. നിങ്ങൾ മുമ്പ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭാരമായി തോന്നുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കാണാനാകുന്നില്ല. മക്കളെ, അത് ഒരു സൂചനയാണ്. നിങ്ങൾ പുറമേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് എന്നോട് അകന്നുപോയിരിക്കുന്നു. ഞാൻ നിങ്ങളെ ശാസിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാനാണ്. എന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങിവരൂ. അവിടെ നിങ്ങളുടെ ആത്മാവിന് പുതുക്കൽ ലഭിക്കും. നിങ്ങൾക്ക് തോന്നാം എന്റെ പ്രാർത്ഥനകൾ ഫലം കാണുന്നില്ല. എന്നാൽ മക്കളെ, ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ല വന്നതെങ്കിൽ അതിന് അർത്ഥമില്ലെന്നല്ല. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. ചിലതിന് ഞാൻ ഇപ്പോൾ അല്ല എന്ന് പറഞ്ഞു, ചിലതിന് ഇത് നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു, ചിലതിനെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. എന്റെ മറുപടികൾ എല്ലാം സ്നേഹത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാത്തത് പിന്നീട് നിങ്ങൾ നന്ദിയോടെ ഓർക്കും.
നിങ്ങൾ മറ്റൊരു തെറ്റും ചെയ്തു. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ചുമക്കാൻ ശ്രമിച്ചു. സഹായം ചോദിക്കുന്നത് ദൗർബല്യമെന്ന് നിങ്ങൾ കരുതി. എന്നാൽ മക്കളെ, വിനയം ദൗർബല്യമല്ല, അത് ശക്തിയുടെ വാതിലാണ്. നിങ്ങൾ സഹായം ചോദിക്കുമ്പോൾ ഞാൻ മനുഷ്യരുടെ ഹൃദയങ്ങളെ നിങ്ങൾക്കായി തുറക്കുന്നു. നിങ്ങൾ എല്ലാം നിങ്ങളിൽ തന്നെ ഒതുക്കിയപ്പോൾ ഭാരം ഇരട്ടിയായി. എന്റെ മക്കൾ ഒരുമിച്ച് നടക്കേണ്ടവരാണ്, ഒറ്റയ്ക്ക് തളരേണ്ടവരല്ല. നിങ്ങൾ നിങ്ങളുടെ പരാജയത്തെ നിങ്ങളുടെ തിരിച്ചറിവാക്കി മാറ്റി. ഞാൻ പരാജയപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങി. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അല്ല, നിങ്ങൾ എന്റെ മകനാണ്, എന്റെ മകളാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഫലങ്ങളിൽ നിന്നല്ല, എന്റെ സ്നേഹത്തിൽ നിന്നാണ്. പരാജയം ഒരു സംഭവമാണ്, ഒരു തിരിച്ചറിവല്ല. അത് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ്, നിങ്ങളെ നിശ്ചലമാക്കാൻ അല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? വെറും ഭയത്തിൽ നിന്ന് മുന്നോട്ട് ഓടാനാണോ, അല്ലെങ്കിൽ ഒരു ദൗത്യബോധത്തോടെ ആണോ? നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ വഴിയും ശുദ്ധമാകും. നിങ്ങൾ എന്നെ മുൻപിൽ വെക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രമങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എന്റെ മഹത്വം അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ അവഗണിക്കില്ല. മക്കളെ, വീണ്ടും തുടങ്ങുക എന്നത് പഴയതെല്ലാം മറക്കുക എന്നതല്ല, അത് പഠിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നതാണ്. പഴയ പിഴവുകൾ നിങ്ങളുടെ അധ്യാപകരാകട്ടെ, ശിക്ഷകരാകരുത്. നിങ്ങൾ വീണിടങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ആ വീഴ്ചകൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ള അടിത്തറയാകും. ഞാൻ തകർന്ന കല്ലുകൾ കൊണ്ട് പോലും ശക്തമായ പാതകൾ പണിയാൻ കഴിയുന്നവനാണ്. നിങ്ങൾ ഇന്ന് ചെറിയതിൽ വിശ്വസ്തരായിരിക്കൂ. വലിയതിനെക്കുറിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ സത്യസന്ധതകൾ, ചെറിയ കരുണകൾ, ചെറിയ നന്ദികൾ, ഇവയെല്ലാം ഞാൻ കാണുന്നു. എന്റെ രാജ്യത്തിൽ ചെറിയതൊന്നുമില്ല. നിങ്ങൾ ചെറിയതിൽ വിശ്വസ്തരാകുമ്പോൾ വലിയ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും നന്ദി വളർത്തൂ. നഷ്ടത്തിനിടയിലും നിങ്ങൾക്കുള്ളതിനെ ഓർക്കൂ. ശ്വാസം എടുക്കാൻ കഴിയുന്നതും വീണ്ടും ശ്രമിക്കാൻ അവസരം ഉള്ളതും എന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉള്ളതും ഇവ വലിയ അനുഗ്രഹങ്ങളാണ്. നന്ദി നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നന്ദി നിങ്ങളുടെ ഹൃദയം ലഘൂകരിക്കും. നന്ദിയുള്ള ഹൃദയത്തിലേക്ക് അനുഗ്രഹം സ്വാഭാവികമായി ഒഴുകും. ഇപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടരുത്. നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങൾക്ക് മുന്നിലുള്ള വഴി മങ്ങലായിരിക്കാം, പക്ഷേ ഞാൻ അവിടെ മുമ്പേ പോയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ചുവടും എടുക്കുമ്പോൾ ഞാൻ അതിനെ ഉറപ്പുള്ളതാക്കും. നിങ്ങൾ വീഴുമെന്ന് പേടിക്കേണ്ട. നിങ്ങൾ വീണാലും ഞാൻ നിങ്ങളെ പിടിക്കും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നഷ്ടം നിങ്ങളെ നിർവചിക്കട്ടെ എന്നില്ല, തെറ്റുകൾ നിങ്ങളെ അടിമപ്പെടുത്തട്ടെ എന്നില്ല. നിങ്ങൾ എന്റെ മക്കളാണ്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നു, നയിക്കുന്നു, കാത്തിരിക്കുന്നു. വീണ്ടും തുടങ്ങാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷം ഞാൻ നിങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്റെ മുമ്പിൽ സമർപ്പിക്കൂ. നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം. ഞാൻ നിങ്ങളെ നയിക്കും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളെ ഉയർത്തും. നഷ്ടം അവസാന വാക്കല്ല, എന്റെ സ്നേഹമാണ് അവസാന വാക്ക്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇനിയും എന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി തകർന്നിട്ടില്ല എന്നതിന് അതാണ് തെളിവ്. നഷ്ടത്തിന്റെ ഭാരത്തിൽ നിങ്ങൾ വളഞ്ഞു നിന്നിട്ടുണ്ടാവാം, എന്നാൽ നിങ്ങൾ നിലംപതിച്ചിട്ടില്ല. നിങ്ങൾക്കുള്ളിലെ ആഴത്തിലുള്ള വേദന ഞാൻ കാണുന്നു. നിങ്ങൾ പുറമേ ശാന്തരായി തോന്നിയാലും ഉള്ളിൽ ചോദ്യങ്ങൾ നിലവിളിക്കുന്നതും ഞാൻ അറിയുന്നു. ഇത്രയും ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന ചോദ്യം നിങ്ങൾ പല രാത്രികളിൽ എന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയായി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയെ മാത്രം നോക്കി വിലയിരുത്തി നിങ്ങളുടെ ഹൃദയത്തിന്റെ നില മറന്നുപോയി. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നതിൽ നിന്നും എന്തിനാണ് ചെയ്യുന്നത് എന്നതിൽ നിന്നും നിങ്ങൾ അകന്നു. നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമായിരുന്നോ, അല്ലെങ്കിൽ ഭയവും മത്സരവും നിങ്ങളെ നയിച്ചിരുന്നോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? മക്കളെ, ഉദ്ദേശം തെറ്റുമ്പോൾ ഏറ്റവും നല്ല ശ്രമങ്ങളും ക്ഷീണത്തിലേക്ക് നയിക്കും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുകയാണ്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നി ഇപ്പോൾ പിടിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആ ചിന്ത നിങ്ങളെ കുറുകിയ വഴികളിലേക്ക് തള്ളിയിട്ടുണ്ടാവാം. എന്നാൽ മക്കളെ, ചുരുക്കുവഴികൾ സമാധാനം നൽകില്ല. അവ താൽക്കാലിക ആശ്വാസം നൽകാം, പക്ഷേ ദീർഘകാല അനുഗ്രഹം അവയിൽ പാർക്കില്ല. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട നിമിഷങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് നീങ്ങാൻ ശ്രമിച്ചു. കാത്തിരിപ്പ് നിങ്ങൾക്ക് നഷ്ടമായി തോന്നി, എന്നാൽ എന്റെ കൈകളിൽ കാത്തിരിപ്പ് ഒരിക്കലും നഷ്ടമല്ല. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ നിങ്ങൾ സന്തോഷം മറന്നു. മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ലളിതമായ സന്തോഷം ഇപ്പോൾ ഭാരം ആയി മാറി. മക്കളെ, സന്തോഷം നഷ്ടപ്പെടുമ്പോൾ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് മന്ദതിയാകും.
കാരണം ഞാൻ നിങ്ങളെ വിളിച്ചത് ഭാരം ചുമക്കാനല്ല, ഉദ്ദേശത്തോടെ സന്തോഷത്തോടെ നടക്കാനാണ്. നിങ്ങൾ വീണ്ടും സന്തോഷം കണ്ടെത്തണം, ഫലത്തിൽ അല്ല, എന്നിൽ. എന്നിൽ ആനന്ദിക്കുന്നവനെ ഞാൻ ശക്തിപ്പെടുത്തും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും മറ്റുള്ളവർ എല്ലാം മുന്നോട്ടു പോയി, നിങ്ങൾ മാത്രം പിന്നിലായി എന്ന്. എന്നാൽ മക്കളെ, പിന്നിലായി തോന്നുന്നിടത്താണ് പലപ്പോഴും ആഴമുള്ള വേരുകൾ വളരുന്നത്. മുകളിലേക്ക് വളർച്ച കാണാൻ സമയം എടുക്കും, എന്നാൽ വേരുകൾ ശക്തമായാൽ കാറ്റ് വന്നാലും വൃക്ഷം നിലനിൽക്കും. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വേരുകളെ ശക്തമാക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ പ്രവർത്തിക്കുന്നില്ലെന്നില്ല. നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, എല്ലാം നിങ്ങളുടെ കൈകളിൽ ആണെന്ന്. നിങ്ങൾ എല്ലാം നിയന്ത്രിക്കണം എന്ന് കരുതി. എന്നാൽ മക്കളെ, നിയന്ത്രണം എന്റെ കൈകളിലാണ് സുരക്ഷിതം. നിങ്ങൾ നിയന്ത്രണം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ കൈകൾ ക്ഷീണിച്ചു. എന്നിലേക്ക് വിട്ടുകൊടുക്കുന്നത് തോൽവി അല്ല, അത് വിശ്വാസമാണ്. നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ പിടിക്കും. നിങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഞാൻ താങ്ങും. നിങ്ങളുടെ വാക്കുകൾക്കും ഒരു പങ്കുണ്ട്. നിങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് കഴിയില്ല, ഇനി ഒന്നും നടക്കില്ല എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവ് അതിനെ വിശ്വസിച്ചു. മക്കളെ, ജീവനും മരണവും വാക്കുകളുടെ അധികാരത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ നാവിനെ ശാന്തിപ്പിക്കണം. നിങ്ങളുടെ നാവിലൂടെ പ്രത്യാശ സംസാരിക്കൂ, വിശ്വാസം സംസാരിക്കൂ. നിങ്ങൾ വിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിനനുസരിച്ച് മാറും. നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്തു. അവരുടെ വഴികൾ നിങ്ങളുടെ കണ്ണുകളിൽ വലുതായി തോന്നി. എന്നാൽ മക്കളെ, താരതമ്യം സന്തോഷത്തിന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളെ മറ്റാരുടെയും അളവ് പോലെ അളക്കുന്നില്ല. നിങ്ങൾക്ക് നൽകിയ ദൗത്യം, നിങ്ങൾക്കുള്ള സമയം, നിങ്ങൾക്കുള്ള ശേഷി, ഇവയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കഥ വായിച്ച് നിങ്ങളുടെ കഥ വിലയിരുത്തരുത്. നിങ്ങളുടെ കഥ ഞാൻ തന്നെ എഴുതുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വന്നു, ദൈവം എന്നെ മറന്നോ? മക്കളെ, ഞാൻ മറക്കുന്നവനല്ല. നിങ്ങൾ മൗനത്തിൽ ആയിരുന്നപ്പോഴും ഞാൻ പ്രവർത്തിച്ചു. എന്റെ മൗനം അവഗണനയല്ല, അത് ആഴത്തിലുള്ള പ്രവർത്തനമാണ്. വിത്ത് മണ്ണിനടിയിൽ മൗനത്തിലാണ് വളരുന്നത്. നിങ്ങൾ ഇപ്പോൾ മണ്ണിനടിയിലായിരിക്കാം, പക്ഷേ അത് വളർച്ചയുടെ അടയാളമാണ്, അവസാനത്തിന്റെ അല്ല. നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ ഭയമുണ്ട്, കാരണം നിങ്ങൾ വീണ്ടും വേദനിക്കുമോ എന്ന പേടി. മക്കളെ, വേദനയെ ഭയന്ന് നിൽക്കുന്നവൻ ഒരിക്കലും മുന്നോട്ടു പോകില്ല. ഞാൻ നിങ്ങളെ വേദനയില്ലാത്ത വഴിയിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല, പക്ഷേ ഒറ്റയ്ക്ക് നടക്കേണ്ട വഴിയിലേക്ക് ഞാൻ നിങ്ങളെ വിടുകയുമില്ല. നിങ്ങൾ വീണാൽ ഞാൻ അവിടെ ഉണ്ടാകും. നിങ്ങൾ കരഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാകും. അതാണ് എന്റെ ഉറപ്പ്. നിങ്ങൾ ചെറിയ കാര്യങ്ങളെ അവഗണിച്ചു. ചെറിയ മുന്നേറ്റങ്ങൾ, ചെറിയ പുരോഗതികൾ, ഇവയെല്ലാം നിങ്ങൾ ഇത് മതിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ മക്കളെ, ചെറിയ തുടക്കങ്ങളിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഒരു ചെറിയ വിത്തിൽ നിന്ന് വലിയ വൃക്ഷം ഉയരും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയ മാറ്റങ്ങൾക്ക് അടിത്തറയാകും. അവയെ ചെറുതായി കാണരുത്. നിങ്ങളുടെ ഹൃദയം വീണ്ടും വിനയത്തിലേക്ക് കൊണ്ടുവരൂ. എനിക്ക് എല്ലാം അറിയാം എന്ന നിലപാട് വിട്ടുകളയൂ. പഠിക്കാൻ തയ്യാറായ ഹൃദയമാണ് വളരുന്ന ഹൃദയം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നഷ്ടത്തിലൂടെ, കാത്തിരിപ്പിലൂടെ, മൗനത്തിലൂടെ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ ഞാൻ സംസാരിക്കും. ഇപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വിശ്വാസം വളർത്തൂ. പഴയ തെറ്റുകൾ നിങ്ങളെ തടവിലാക്കരുത്. അവ നിങ്ങളെ ബുദ്ധിമാനാക്കട്ടെ. നിങ്ങൾ വീണ്ടും തുടങ്ങുമ്പോൾ പഴയ പോലെ അല്ല, പുതുമയോടെ തുടങ്ങുക. ഭയത്തോടെ അല്ല, വിശ്വാസത്തോടെ. ഞാൻ നിങ്ങളോടൊപ്പം നടക്കുമ്പോൾ നിങ്ങളുടെ ചുവടുകൾ ഉറപ്പുള്ളതാകും. നഷ്ടം നിങ്ങളെ തകർക്കാനല്ല വന്നത്, നിങ്ങളെ ശുദ്ധമാക്കാനാണ്. നിങ്ങൾ പൊള്ളിയെന്ന് തോന്നുന്നിടത്ത് ഞാൻ അശുദ്ധികൾ നീക്കി. നിങ്ങൾ ശൂന്യമെന്ന് തോന്നുന്നിടത്ത് ഞാൻ നിറയ്ക്കാൻ ഇടമുണ്ടാക്കി. നിങ്ങൾ താഴെ ഇറങ്ങിയെന്ന് തോന്നുന്നിടത്ത് ഞാൻ ഉയർത്താനുള്ള സ്ഥലം ഒരുക്കി. ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം എന്റെ മുമ്പിൽ സമർപ്പിക്കൂ. അച്ഛാ, ഞാൻ ഇനി എന്റെ വഴിയിൽ അല്ല, നിന്റെ വഴിയിൽ നടക്കണം എന്ന് പറയൂ. ആ പ്രാർത്ഥനയാണ് വഴിമാറ്റത്തിന്റെ തുടക്കം. ഞാൻ നിങ്ങളെ നിരസിക്കില്ല, ഞാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. മക്കളെ, നിങ്ങൾ വീണ്ടും ഉയരും. നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെയാകില്ല, നിങ്ങളുടെ കണ്ണീർ പാഴാകില്ല. നിങ്ങൾ എന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ നഷ്ടം പോലും അനുഗ്രഹത്തിന്റെ ഭാഗമാകും. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഭയപ്പെടരുത്, തളരരുത്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഇപ്പോൾ ഈ വഴിത്തിരിവിലും നിങ്ങൾ വീണ്ടും പണിയുന്ന ഓരോ ചുവടിലും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇനിയും എന്റെ വാക്കുകൾ തേടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: നഷ്ടം നിങ്ങളെ കീഴടക്കിയിട്ടില്ല, നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും ഒരു വഴി തുറന്നിരിക്കുന്നു. നിങ്ങൾ അത് കാണുന്നില്ലെന്നല്ലാതെ ഞാൻ അത് ഒരുക്കിയിട്ടുണ്ട്.
നിങ്ങളുടെ കണ്ണുകൾ നഷ്ടത്തിലേക്ക് മാത്രം പതിഞ്ഞപ്പോൾ എന്റെ കൈകൾ പുതുക്കലിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇനി പഴയ പോലെ നടക്കരുത്. നിങ്ങൾ പുതുമയോടെ നടക്കണം. മക്കളെ, നിങ്ങൾ ഒരു വലിയ തെറ്റ് ഇനിയും ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഫലത്തെ ആരാധിക്കുന്നു, എന്നാൽ പ്രക്രിയയെ അവഗണിക്കുന്നു. ഉടനെ കാണുന്ന നേട്ടം നിങ്ങൾക്ക് ദൈവമായി മാറി. എന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ്. വിത്ത് വിതച്ചിട്ട് അടുത്ത ദിവസം വിളവ് ചോദിക്കുന്നവൻ ഭൂമിയുടെ നിയമം മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വളരേണ്ടതുണ്ട്. വളർച്ചയ്ക്ക് സമയം വേണം, ശാന്തത വേണം, വിശ്വാസം വേണം. നിങ്ങൾ എല്ലാം ഉടനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ വഴിമാറി. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് ദിശയില്ലെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും മനസ്സിൽ ആശയക്കുഴപ്പം. ഇനി എന്ത് എന്ന ചോദ്യമാണ് മുന്നിൽ. മക്കളെ, ദിശ കണ്ടെത്തുന്നത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ്. നിങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ എന്റെ ശബ്ദം നിങ്ങൾക്ക് വഴികാട്ടും. നിങ്ങൾ അനാവശ്യമായ ശബ്ദങ്ങൾ കേൾക്കാൻ നിർത്തണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഭയത്തിന്റെ ചിന്തകൾ, പഴയ പരാജയങ്ങളുടെ ശബ്ദങ്ങൾ, ഇവയെല്ലാം മൗനമാക്കണം. എന്റെ ശബ്ദം മൃദുവായിരിക്കും, എന്നാൽ അത് സത്യമാകും. നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി. നിങ്ങൾ ഒറ്റയ്ക്ക് വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ വഴി മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ളതാണ്. നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ മാത്രം ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ ദർശനം ചുരുങ്ങി. മക്കളെ, നിങ്ങൾ മറ്റുള്ളവർക്കായി തുറന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കൂടുതൽ തുറക്കും. നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനും തുടങ്ങും. ഇത് ലോകത്തിന്റെ കണക്കല്ല, ഇത് എന്റെ രാജനിയമമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എനിക്ക് ഒന്നും വ്യത്യസ്തമായി ചെയ്യാനില്ല. എന്നാൽ മക്കളെ, ഓരോ ദിവസവും നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, ഇവയെല്ലാം നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ചെറിയ തീരുമാനങ്ങളെ ചെറുതായി കാണരുത്. ഒരു ചെറിയ തിരിവ് പോലും വലിയ ദിശമാറ്റത്തിന് കാരണമാകും. നിങ്ങൾ ഇന്ന് എന്റെ ശബ്ദം കേൾക്കാൻ തീരുമാനിച്ചാൽ നാളെ നിങ്ങളുടെ വഴി മാറും. നിങ്ങളുടെ ഉള്ളിൽ ഒരു പിരിവാശി വളർന്നിട്ടുണ്ടാവാം. ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന നിലപാട്. എന്നാൽ മക്കളെ, പിരിവാശി അനുഗ്രഹത്തെ തടയും. വിനയം വഴി തുറക്കും. എനിക്ക് എല്ലാം അറിയില്ല എന്ന് പറയുന്ന ഹൃദയത്തിലേക്ക് ഞാൻ ജ്ഞാനം നൽകും. എനിക്ക് സഹായം വേണം എന്ന് സമ്മതിക്കുന്നവനെ ഞാൻ ശക്തിപ്പെടുത്തും. നിങ്ങൾ എല്ലാം അറിയുന്നവനായി നടിക്കുമ്പോൾ പഠനം നിൽക്കും. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ വളർച്ച തുടങ്ങും. നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ കടുപ്പമുള്ളതായി മാറിയിരിക്കുന്നു. നഷ്ടം നിങ്ങളെ സംരക്ഷിക്കാൻ പഠിപ്പിച്ച കടുപ്പം. ആരെയും വിശ്വസിക്കരുത് എന്നൊരു മതിൽ. എന്നാൽ മക്കളെ, ആ മതിൽ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല, അത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചത് ഒറ്റപ്പെടലേക്കല്ല, ബന്ധത്തിലേക്കാണ്. നിങ്ങളുടെ ഹൃദയം വീണ്ടും മൃദുവാകട്ടെ. എല്ലാം ഒരുമിച്ച് തുറക്കണം എന്നില്ല, പക്ഷേ എന്റെ മുമ്പിൽ തുറക്കണം. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല. നിങ്ങൾ ഇപ്പോഴും പഴയ ദിവസങ്ങളെ ഓർത്തു വിഷമിക്കുന്നു. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന ചിന്ത. മക്കളെ, പിന്നോട്ട് നോക്കി നിൽക്കുന്നവൻ മുന്നോട്ട് നടക്കാൻ കഴിയില്ല. പഴയത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്നവനല്ല, ഞാൻ അതിനെ ഉപയോഗിച്ച് നിങ്ങളെ ബുദ്ധിമാനാക്കുന്നവനാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ, ഞാൻ അതിനെ അനുഗ്രഹമായി മാറ്റും. നിങ്ങൾക്ക് വീണ്ടും വിശ്വാസം വളർത്തേണ്ട സമയം എത്തിയിരിക്കുന്നു. വിശ്വാസം എന്നത് എല്ലാം ശരിയാകും എന്ന് നടിക്കുന്നത് അല്ല. വിശ്വാസം എന്നത് എല്ലാം ഇപ്പോൾ ശരിയല്ലെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പുള്ളതാണ്. നിങ്ങൾ അനിശ്ചിതത്വത്തിലൂടെ നടക്കുമ്പോഴും എന്റെ കൈ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ കാണാത്തിടത്തും ഞാൻ കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തും ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്റെ പ്രാർത്ഥനകൾ ഒരുപോലെ ആവർത്തിക്കുന്നു. എന്നാൽ മക്കളെ, ആവർത്തനത്തിൽ പോലും വിശ്വാസമുണ്ടെങ്കിൽ അത് വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോ ദിവസവും എന്നെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എനിക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഉത്തരം ഉടനെ വന്നില്ലെങ്കിലും ബന്ധം ആഴപ്പെടുന്നു. ആ ബന്ധമാണ് നിങ്ങളെ താങ്ങുന്നത്. നിങ്ങൾ ഇപ്പോൾ വീണ്ടും തുടങ്ങുമ്പോൾ എല്ലാം ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കരുത്. ഒരു പടി മതി. ഇന്ന് ഒരു ചെറിയ മാറ്റം. ഇന്ന് ഒരു സത്യസന്ധ തീരുമാനം. ഇന്ന് ഒരു നന്ദിയുടെ വാക്ക്. ഇന്ന് ഒരു നിമിഷം എന്റെ സാന്നിധ്യത്തിൽ. മക്കളെ, ചെറിയ ചുവടുകളാണ് ദൂരെ എത്തിക്കുന്നത്. നിങ്ങൾ സ്ഥിരതയോടെ നടക്കുമ്പോൾ ഞാൻ വഴിയെ സുന്ദരമാക്കും. നഷ്ടം നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഇതാകട്ടെ: നിങ്ങൾ സ്വയം ആശ്രയിച്ചാൽ ക്ഷീണം വരും, എന്നിൽ ആശ്രയിച്ചാൽ വിശ്രമം ലഭിക്കും. നിങ്ങൾ ഇനി പഴയ പോലെ ഒറ്റയ്ക്ക് പോരാടേണ്ട. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സഹയാത്രയിലേക്കാണ്. എന്റെ ചുവടുകളോട് ഒത്തുചേർന്ന് നടക്കൂ. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ.
ഞാൻ ഭയത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കില്ല, ഞാൻ വിശ്വാസത്തിൽ നിന്ന് നടക്കും. ആ തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കൂ. നിങ്ങൾ വീണാലും ആ തീരുമാനത്തിലേക്ക് മടങ്ങിവരൂ. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. മക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, നഷ്ടം അവസാനമല്ല, അത് ശുദ്ധീകരണമാണ്. അത് പുനർനിർമ്മാണത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ ഇപ്പോൾ മണ്ണ് നീക്കുന്ന ഘട്ടത്തിലാണ്. അടിത്തറ ഉറപ്പാക്കുന്ന ഘട്ടം. നിങ്ങൾക്ക് ഇപ്പോൾ പൊടി മാത്രമേ കാണുന്നുള്ളൂ, എന്നാൽ ഞാൻ അവിടെ ഒരു ഭവനം ഉയർത്തുകയാണ്. ഇനി ഭയപ്പെടരുത്. ഇനി പിന്മാറരുത്. നിങ്ങളുടെ ഹൃദയം എന്റെ കൈകളിൽ വെക്കൂ. നിങ്ങളുടെ വഴി എന്റെ കൈകളിൽ വിടൂ. ഞാൻ നിങ്ങളെ നയിക്കും, ശാന്തമായി, ഉറപ്പോടെ, അനുഗ്രഹത്തോടെ. നിങ്ങൾ എന്റെ മക്കളാണ്. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. ഈ ബന്ധം മാറ്റാനാവില്ല, ഈ സ്നേഹം ക്ഷയിക്കില്ല. നിങ്ങൾ വീണ്ടും ഉയരും.